എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പം നമ്മൾ മുകളിലാണല്ലോ കിടക്കുന്നത്. മുകളിൽ കിടക്കുന്നതാണ് കാണിച്ചത്. റൂബി എഴുന്നേക്കുന്നത് വരെയും ഞാൻ അവിടെ തന്നെ ഇരിക്കും. കാരണം റൂബി ഉറങ്ങുന്നത് തന്നെയും ഏകദേശം ഒരു 2-3 മണിയാകുമ്പോഴാണ് തോന്നുന്നുണ്ട് അവൾ ഉറങ്ങുക. അപ്പോൾ രാവിലെ ആകുമ്പോൾ അവൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങും. അപ്പോൾ താഴെയാണെന്നുണ്ടെങ്കിൽ അവൾ അവിടെ കിടന്ന് ഉറങ്ങും. ഞാൻ കിച്ചണിലേക്ക് പോയാലൊന്നും കുഴപ്പമില്ല. പക്ഷേ മുകളിലാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഞാനവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ അവൾ താഴേക്ക് ചാടി ഇറങ്ങിപ്പോരും. അപ്പോൾ അവളുടെ ഉറക്കം പോകില്ല എന്ന് വിചാരിച്ചാൽ ഞാൻ മുകളിൽ തന്നെ ഇരുന്ന് വീഡിയോ വർക്കെല്ലാം ചെയ്തതേ ഈ ഒരു പ്രഭാതമാണ് ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത്രയും വെളിച്ചമായിട്ടുണ്ടാവും. പക്ഷേ ഞാൻ 5 മണിക്ക് എഴുന്നേൽക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ വർക്ക് കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ തന്നെ ഇരുന്ന് ചെയ്ത് അങ്ങനെ നേരമെല്ലാം ഒരുവിധം വെളുത്ത് കഴിഞ്ഞാൽ ഇപ്പോഴേ പുറത്തേക്ക് വന്നേക്കണം. അങ്ങനെ അവളുടെ പ്രഭാതകർമ്മങ്ങളൊക്കെ അവൾ അവിടെ മുകളിൽ തന്നെയൊക്കെ ചെയ്തിട്ടാണ് താഴേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ അവൾ അവിടെ കുറച്ച് നേരം കറങ്ങിയൊക്കെ നടന്ന് അങ്ങനെ മണുത്തും എടുത്തുമൊക്കെ നടക്കും. കാരണം നമ്മൾ കിടന്നു കഴിഞ്ഞ് രാത്രി ആകുമ്പോഴത്തേക്കും ഈ പൂച്ചയൊക്കെ കയറിയൊക്കെ വരും. അപ്പോൾ അതിൻ്റെയൊക്കെ സ്മെല്ല് അവിടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് അവൾ ആ മണത്തൊക്കെ അവിടെയൊക്കെ നടന്ന് കുറച്ച് നേരം അതെന്താണെന്ന് ഒന്ന് അറിഞ്ഞിട്ടൊക്കെ താഴേക്ക് പോരുള്ളൂ. അപ്പോൾ ഇങ്ങനെ മുകളിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു മുകളിൽ നിന്നുള്ള വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ മുകളിൽ അങ്ങനെ കയറാത്തത് കൊണ്ടാണ് മുകളിൽ നിന്നുള്ള വ്യൂ എപ്പോഴും നമുക്ക് കാണാനും പറ്റാത്തത്. നമ്മൾ താഴെ തന്നെയാണ് കൂടുതലും ഇരിക്കുന്നത്. ഇടയ്ക്ക് മാത്രമാണ് ഞാൻ മുകളിൽ പോണത്. അപ്പോൾ അതേ അവൾ ഇങ്ങനെ കറങ്ങി അവളുടെ ആ കറക്റ്റ് ഒരു തൃപ്തിയായ ഒരു സ്ഥലത്ത് മാത്രമേ അവൾ ഇരിക്കുകയുള്ളൂ കേട്ടോ. അങ്ങനെയാണ് ആ കറങ്ങി നിൽക്കുന്നത്. അവൾക്ക് തൃപ്തിയായി തോന്നിയാലേ അവിടെ ഇരിക്കുകയുള്ളൂ. അങ്ങനെ പിന്നെ താഴേക്കൊക്കെ പോയതിന് ശേഷമാണ് എൻ്റെ മറ്റുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പോൾ ഇന്ന് ഇത്തിരി വൈകിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എളുപ്പം തീർക്കാൻ പുട്ടും പഴമാണ് എടുത്തേക്കണത്. വേറെ കറികളൊന്നും ഇതിനെക്കൂടി വെക്കണില്ല. തലേദിവസം തേങ്ങ ചിരണ്ടി വെച്ചാൽ പിന്നെ നമുക്ക് തേങ്ങ ഇട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ വേഗം ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങ ചിരണ്ടി വെക്കുമ്പോൾ തന്നെ റൈൻ പറയും, ഇനിയിപ്പോൾ തേങ്ങ കൊണ്ടൊരു കളിയായിരിക്കുള്ളല്ലേ എന്ന് ചോദിക്കും ഫുഡിൻ്റെ അകത്തൊക്കെ. അപ്പോൾ ഞാൻ പറയും അതെ, അല്ലെന്നുണ്ടെങ്കിൽ ആ തേങ്ങയെല്ലാം കിടന്ന് ഉണങ്ങിപ്പോവുകയും ചെയ്യും. നമുക്ക് ചിരണ്ടാൻ മടിയായിട്ടുണ്ടെങ്കിൽ കുറച്ചായിട്ട് എടുത്ത് നമ്മൾ പിശുക്കി എടുക്കും. ചിരണ്ടാനുള്ള മടിയുണ്ട്. ഇതിപ്പോൾ ചിരണ്ടി വെക്കണോണ്ട് നമുക്ക് വേഗം തന്നെ എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ പഴം എന്ന് പറയുക ഏത്തപ്പഴമാണ് ശരിക്കും പുട്ടിന് ചെറുപഴം അല്ലെങ്കിൽ ചിങ്ങപ്പഴമാണ് നല്ലത്. എങ്കിലും ഇവിടെ ഏത്തപ്പഴം കൂട്ടിയിട്ടൊക്കെ കഴിക്കും. നേരത്തെ അങ്ങനെ കഴിക്കൂലായിരുന്നു. അപ്പോൾ അതാണ് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഇന്ന് ഞാൻ വിചാരിച്ച് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ചാടണമെന്ന് തന്നെ വിചാരിച്ച്. ഇപ്പോൾ ചൂട് കൂടിയാണ് വരണതല്ല. മഴ പെയ്ത് 2-3 ദിവസം മഴ നല്ലതായിട്ട് തന്നെ പെയ്തെങ്കിലും ആ ഒരു ദിവസം രാത്രി ഒരിത്തിരി ചൂട് കുറയും. പക്ഷേ പിറ്റേ ദിവസം പഴയ പോലെ തന്നെ ചൂടാണ്. അപ്പോൾ ഈ ചൂട് കാലത്ത് നമ്മൾ കുറച്ച് ഉച്ച ആകുമ്പോൾ തന്നെ വേഗം ജോലികൾ തീർത്ത് റെസ്റ്റ് ചെയ്യണമെന്നൊക്കെ ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് വേഗം തന്നെ ജോലികൾ തീർക്കാം. അപ്പം ഞാൻ ഫ്രിഡ്ജിൽ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കണോണ്ട് അത് മീനെല്ലാം വെട്ടി വെച്ചേക്കണോണ്ട് തന്നെ മീനെല്ലാം പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്, കറിയാക്കാം. പിന്നെ ക്യാബേജ് തോരനും വെക്കാം. ഇന്നലെ പച്ചക്കറി ഇത്തിരി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാബേജ് തോരനും വെക്കാം എന്ന് വിചാരിച്ച് അത് വേഗം ഞാൻ ചെയ്യണേ. ഈ പുട്ടിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനത് ചെയ്തുകൊണ്ട് നിൽക്കണേണ് കേട്ടോ. മടിഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വല്ലയിടത്തും തളർന്നിരുന്ന് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കും. പിന്നെ മണിക്കൂറുകൾ കഴിഞ്ഞ് നമ്മൾ എഴുന്നേക്കുള്ളൂ. ഇപ്പോഴത്തെ ചൂടിൻ്റെ അവസ്ഥ അതാണ്. അതുകൊണ്ട് ഇരിക്കാതെ ജോലികൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കുളിച്ചിട്ട് മാറിയിരിക്കാമല്ല എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. അപ്പോൾ ഇന്നാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു കേക്ക് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് എന്തായാലും അതും കൂടി ഉണ്ടാക്കിയിട്ടേ കിച്ചണിൽ നിന്ന് ഇറങ്ങണുള്ളൂ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് പണി തുടങ്ങിയത്. അപ്പോൾ കറിക്ക് വേണ്ട വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചി എല്ലാ സാധനങ്ങളും നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമുക്കങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കറി വെക്കാൻ ബുദ്ധിമുട്ടില്ല, ചെയ്യാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ 0 പോയിൻറ്റിൽ നിന്ന് തുടങ്ങണമല്ലോ എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് മടിയാകും. അതാണ് സംഭവം. അപ്പോൾ ചെറിയ ഉള്ളിയെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ച് മീനിനുള്ളതും ക്യാബേജ് തോരനുള്ളതും പിന്നെ പച്ചമുളകും ഒരു വെളുത്തുള്ളി ക്യാബേജ് തോരന് മാത്രം മതി. പിന്നെ നമ്മൾ തേങ്ങ അരച്ച മീൻ കറിയാണ് വെക്കണം. അപ്പോൾ ആ തേങ്ങയും കൂടി അരപ്പ് ആക്കി എടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് രണ്ടായിട്ട് നീക്കി വെച്ചിട്ടാണ് ആദ്യം ക്യാബേജ് തോരന് വേണ്ടിയിട്ട്. ചില സമയത്ത് ഞാൻ താളിക്കൂല. ഇന്നിപ്പോൾ അത് താളിച്ച് കടുക് പൊട്ടിച്ചിട്ടാണ് ചെയ്യണത്. പണ്ടത്തെ ആൾക്കാർ പറയൂലേ, പണ്ടത്തെ ആളുകൾ കുറച്ച് പഴഞ്ചൊല്ലുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം എത്ര അർത്ഥവത്താണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പറയൂലേ ഇങ്ങനെ, തിര മാറിയിട്ട് കപ്പൽ ഓടിക്കാൻ പറ്റൂല. കാരണം തിര ഒന്നിന് പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി കപ്പൽ ഓടിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ചൊല്ലി. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഒന്ന് ഒതുങ്ങട്ടെ എന്നിട്ട് സന്തോഷിക്കാം എന്ന് വിചാരിച്ചാൽ നമ്മൾ ജീവിത അവസാനം വരെ സന്തോഷിക്കാതെ ചത്ത് മണ്ണിൻ്റെ അടിയിലാവും. അതിൽ നല്ലത്
നമ്മളുടെ തിരക്കുകളും വിഷമതകളും ഓട്ടപ്പാച്ചിലുകളും എല്ലാം നടക്കുന്ന കൂട്ടത്തിൽ തന്നെ അതിൻ്റെ അകത്തു നിന്നുള്ള സന്തോഷം നമ്മൾ കണ്ടുപിടിക്കണം. അതുതന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്, പണ്ടത്തെ ആളുകൾ. കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ഒന്ന് ആയിക്കഴിയുമ്പോൾ കുട്ടികളൊക്കെ ഒന്ന് വലുതാകട്ടെ, എന്നിട്ട് നമുക്ക് നമ്മുടേതായ ജീവിതത്തിലേക്ക് കടക്കാം എന്ന് വിചാരിച്ചാൽ ആ സമയത്ത് കുട്ടികളുടെ പഠനത്തിൻ്റെ തിരക്കും, അങ്ങനെ അത് കഴിയുമ്പോൾ അവരുടെ വിവാഹത്തിൻ്റെ തിരക്ക്, പിന്നെ അവരുടെ കുട്ടികളോടുള്ള തിരക്ക്, ഇതെല്ലാം കൂടി കഴിയുമ്പോഴാണ് നമ്മൾ പുറകിലേക്ക് ചിന്തിക്കുമ്പോൾ നമ്മൾ ജീവിച്ചില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നതല്ലേ. അപ്പോൾ കിട്ടുന്ന കുറച്ച് സമയമെങ്കിൽ ആ സമയം സന്തോഷിക്കാൻ ശ്രമിക്കുക. അത്രയേ ഉള്ളൂ നമ്മളുടെ ജീവിതത്തിൽ കിട്ടാൻ. വേറെ നമ്മൾ കിട്ടുമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോയിട്ട് യാതൊരു കാര്യമില്ല. പുറകിലേക്ക് നോക്കുമ്പോൾ നമുക്ക് സങ്കടം തന്നെ ഇരിക്കുള്ളൂ. ബാക്കിയോ അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ടാവും, അത് എന്തുകൊണ്ട് ഞാൻ അന്ന് എൻജോയ് ചെയ്തില്ല. അന്നത്തെ സമയത്ത് നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ തിരിഞ്ഞ് നോക്കുമ്പോൾ അന്ന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല, എന്നിട്ട് പോലും അത് എന്തുകൊണ്ട് അത് എൻജോയ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് തോന്നാറുണ്ട്, എനിക്ക് തോന്നാറുണ്ട്. പണ്ട് ചെറുപ്പകാലത്തിലൊക്കെ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് അത് നമ്മൾ കേൾക്കും, അത് അത്ര മൈൻഡ് ചെയ്യില്ല. പക്ഷെ ഇപ്പം ഞാനത് ഓർക്കുന്നുണ്ട്. നാളെ എന്ന് പറഞ്ഞാൽ നീളേണെന്ന് പറയാറുണ്ട്. അതെപ്പോഴും കേൾക്കുന്നവർ. നാളെ എന്ന് പറയാൻ പാടില്ല. ഇന്നത്തെ കാര്യം ഇന്ന് ഭംഗിയാക്കുക, ഇന്നത്തെ ഒരു ദിവസം ഭംഗിയാക്കുക. നാളെ നമ്മൾ ഉണ്ടായില്ലേന്നൊന്നും അറിയില്ല. അപ്പം നാളെ എന്ന് പറഞ്ഞ് പോകരുത്, ഇന്ന് ഉള്ള ഒരു ഇതായിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത് കേട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മീൻകറിയിലേക്ക് കടന്ന് കാര്യങ്ങൾ പറഞ്ഞ് മീൻകറി ഈ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇത്തിരി ഉലുവയൊക്കെ പൊട്ടിച്ച് വെളുത്തുള്ളിയില്ല, പച്ചമുളക്, ഇഞ്ചി, ചെറിയുള്ളി ഇത്രയും ഇട്ട് വേപ്പിലയും കൂടി ഇട്ടിട്ട് താളിച്ച് നല്ല മുരിഞ്ഞ് വരുമ്പോൾ അരപ്പിട്ടിട്ടൊന്ന് താളിച്ചിട്ട് പുളിവെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ മീനെടുത്തിടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ കറി ഇത് 2 എണ്ണമാണ്. പക്ഷേ ഫ്രിഡ്ജിൽ നമുക്ക് തലേദിവസത്തെ മീൻ വറുത്തതുണ്ട്, ചാള വറുത്തത് ഉണ്ട്, പിന്നെ അച്ചിങ്ങ വറുത്തതും ഉണ്ട് കേട്ടോ. അച്ചിങ്ങ നല്ല ടേസ്റ്റാണെന്നല്ല വെച്ചിട്ട്, നല്ല അച്ചിങ്ങയുമായിരുന്നു. അച്ചിങ്ങ നല്ലതാണെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ചെമ്മീനൊക്കെ ഇട്ടിച്ചുകൊണ്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ റൂബിയുടെ കാര്യങ്ങൾ എല്ലാവരും ഇങ്ങനെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവളെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല, നിങ്ങൾ വീഡിയോയിലാണ് അവളെ കാണുന്നത്. പക്ഷേ എന്തൊരു സ്നേഹമാണ് നിങ്ങൾക്ക് അവളുടെ അടുത്ത് എന്ന് ഞാൻ ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് മനസ്സിലാക്കുന്നത്. ഒരുപാട്. അപ്പോൾ ഷീലയാണെന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ കമൻ്റ് ഇടും, റൂബിക്കൊന്നും ഉണ്ടാകല്ലേ, റൂബിക്ക് അസുഖങ്ങളൊന്നും അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആകല്ലേ ഇത് എന്ന് വിചാരിച്ചാണ് വീഡിയോ ഓപ്പൺ ചെയ്യണം. അപ്പോൾ എത്രമാത്രം ഓരോരുത്തർ അവളെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് അതിശയം തോന്നും കേട്ടോ. എങ്ങനെയാണ് നിങ്ങൾ ഇതുവരെ കാണാത്ത ഈ ഒരു ചെറിയൊരു ജീവിനെ സ്നേഹിക്കുന്നത്? ചെറിയൊരു കുഞ്ഞൊരു പഗ്ഗല്ലേ അത്, അതിനെ എത്രയും നിങ്ങൾ സ്നേഹിക്കുന്നെന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു അതിശയം തോന്നുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ അവളെ സ്നേഹിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഞങ്ങളുടെ കൂടെ ഇടപഴകി അവളുടെ രീതികളും സ്വഭാവങ്ങളും കണ്ട് നമ്മൾക്ക് അവളെ ഭയങ്കര ഇഷ്ടമായേക്കണേ. നിങ്ങൾക്ക് അവളെ അങ്ങനെ അടുത്ത് പരിചയമൊന്നുമില്ല എങ്കിൽ പോലും എത്രയധികം നിങ്ങൾക്ക് അവളെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് കമൻറ്റ് കണ്ടാണ് എനിക്ക് മനസ്സിലായത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൂബിയുടെ 2ാം ജന്മം പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അവളുടെ സ്വഭാവത്തിലൊക്കെ ഭയങ്കര ചേഞ്ച് വന്നേക്കണേണ്. അവൾ കഴിഞ്ഞ ദിവസം ചിക്കൻ ഒറ്റക്ക് കഴിക്കണത് കാണിച്ചില്ലേ, അത് സെയിം ആ ചിക്കൻ കൊണ്ടുവന്ന ദിവസത്തെ വേവിക്കുമ്പോൾ കരളൊക്കെ കഴിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കഴിക്കണേണ് എന്ന് ഞാൻ പറഞ്ഞിട്ടാണ്. പക്ഷേ ഇല്ലേ ഇപ്പോൾ ഈ വീഡിയോ അത് ഞാൻ കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. ഞാൻ ബാക്കിയുള്ള ചിക്കൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ കൊടുക്കുമ്പോഴത്തേക്കും അതിങ്ങനെ അവൾക്ക് ചൂടാക്കണമെന്നും ഇഷ്ടമൊന്നുമല്ല. അപ്പം നേരത്തെ തന്നെ പുറത്തെടുത്ത് വെച്ച് തണുപ്പ് മാറുമ്പോൾ അവൾ കഴിക്കും, അവൾക്ക് കൊടുക്കും. പക്ഷേ ഇത് തണുപ്പ് മാറാൻ വേണ്ടി ഞാനിങ്ങനെ അവളുടെ ആ പാത്രത്തിൽ ഇട്ടിട്ട് അവിടെ വെച്ച് അത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് തണുപ്പൊക്കെ മാറിയിട്ടാണ് സാധാരണ നമ്മൾ പിന്നെ എടുത്തെടുത്ത് കൊടുക്കുന്നത്. ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്കും ആ പാത്രത്തിലെല്ലാം കഴിച്ച് പാത്രം നക്കി വൃത്തിയാക്കി വെച്ചേക്കണ്. അത് കണ്ടിട്ട് ഞങ്ങൾക്ക് ഇതുവരെയും അതിശയം മാറിയിട്ടില്ല. കാരണം അവൾക്ക് വയസ്സെട്ടാറായി. ഇത് അവളുടെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു സംഭവമാണ്. അത് തന്നെ എടുത്ത് ഭക്ഷണം നമ്മൾ പറയാതെ അവിടെ മാറ്റി വെച്ചേക്കണേണ് തണുപ്പ് മാറാൻ. അതൊന്നും നോക്കാതെ പോയിട്ട് കഴിച്ച്. ഇനി ഇതിൽ അങ്ങോട്ട് തുടർന്ന് പോകണമെങ്കിൽ എനിക്കൊരു ആശ്വാസമാണ്. വാരി കൊടുക്കാനുള്ള ഒരു ടൈം കണ്ടു വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇല്ലേ ഇന്ന് എന്ത് തന്നെ ആയാലും ഈ കേക്ക് നമ്മൾ സീബ്ര കേക്ക് ഉണ്ടാക്കി റയന് കൊടുക്കുക. കാരണം റയനും ആകെ അപ്സെറ്റായിട്ട് നിൽക്കണേന് കേട്ടോ. റയൻ്റെത് ഇങ്ങനെ നീണ്ട് പോയിക്കൊണ്ടിരിക്കണേണ്. അവരുടെ കമ്പനിയിൽ എന്തോ വലിയൊരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റാണ് ഈ കുട്ടികൾക്ക് കിട്ടിയേക്കണമെന്നുള്ളത്. കുറച്ച് പേരെങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്നുള്ളത് അവർ നമ്മളോട് പറയൂല, അതുകൊണ്ട് നമുക്കറിയാൻ പറ്റുന്നില്ല. പിന്നെ ഇനി അവർ നമ്മളെ ഷിപ്പിൽ കയറ്റണം, അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ നിൽക്കുന്നു. ഓരോരോ ഡേറ്റ് അവർ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് അതിലൊരു വിശ്വാസമില്ല. കാരണം ഒത്തിരി ഡേറ്റുകളും മാറിക്കഴിഞ്ഞ് 2 മെഡിക്കൽ തന്നെ എടുത്തില്ല. ഇതുവരെയും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. 2 മെഡിക്കലൊന്നും എടുത്തിട്ടൊന്നുമില്ല. ഇതിപ്പോൾ 2 മെഡിക്കൽ എന്നിട്ട് പോലും ഒന്നും ആകാതെ അങ്ങനെ നിൽക്കുന്നുണ്ട്.
നിൽക്കട്ടെ, സാരമില്ല, അവൻ വീട്ടിലാണ് നിൽക്കണത്, വേറെ ഒരു സ്ഥലത്തും പോയിട്ട് നിൽക്കുന്നില്ലല്ലോ, പെട്ടുപോയിട്ടില്ല, ഒരു സ്ഥലത്തേക്കും ഇങ്ങനെ വരാൻ പറ്റാതെയൊന്നും പെട്ടുപോയിട്ടില്ല. അപ്പോൾ ഇല്ലേ, ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 മുട്ട ഇത്തിരി വാനില എസൻസും കൂടിയിട്ട് ഈ ബീറ്ററിലിട്ട് ബീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു രക്ഷയില്ല. ഇതിനകത്തൊരു 4-5 മുട്ടയെങ്കിലും ഇട്ടാലേ പെട്ടെന്ന് പതഞ്ഞ് വരുള്ളൂ. ഇതിപ്പോൾ സംഗതി അധികം കൂടി ബീറ്റ് ആണില്ല. അപ്പം ഞാൻ വിചാരിച്ച് നമ്മുടെ ഹാൻഡ് മിക്സർ തന്നെ എടുക്കുക. ഹാൻഡ് മിക്സർ അടിപൊളിയാണ് കേട്ടോ. ഈ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ചെയ്യുമ്പോഴേ, ഇതിനകത്ത് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ചെയ്യാനാണ് ഇത് നല്ലത്. അപ്പോൾ ഹാൻഡ് മിക്സർ എടുത്ത് വേഗം നല്ല രീതിയിൽ പതപ്പിച്ചെടുത്തട്ടോ. അപ്പോൾ ഈ ഒരു സീബ്ര കേക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മുടെ അടുക്കള കാര്യങ്ങൾ ബൈ സ്വപ്ന എന്നുള്ള ചാനലിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ആ ചാനലിലേക്ക് ഒന്നും ഞാൻ പോസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അതിങ്ങനെ ഫ്രീസായ പോലെ കിടക്കണേണ്. മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ടായിരുന്ന ചാനലായിരുന്നു, പക്ഷേ അതിൻ്റെ മോണിറ്റൈസേഷനൊക്കെ പോയി. കാരണം നമ്മളത് വീഡിയോസ് പിന്നെ നമ്മളത് എല്ലാം കൂടി ചെയ്യാൻ പറ്റാതെയപ്പോഴത്തേക്ക് അതിനകത്ത് ആ വീഡിയോ ഇടയിൽ നിർത്തി കളഞ്ഞ്. അപ്പോൾ അതോടുകൂടി മോണിറ്റൈസേഷൻ അവരെടുത്ത് കളഞ്ഞ് അങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട്. എങ്കിലും നമുക്ക് എപ്പോഴെങ്കിലും കയറി നോക്കാൻ പരുവത്തിൽ കുഞ്ഞു കുഞ്ഞു വീഡിയോകളായിട്ടാണല്ലോ അതിനകത്ത് ഇട്ടേക്കണം. അപ്പോൾ അതങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ സീബ്ര കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. നോക്കണം, എടുത്തിട്ട് ഇട്ടിട്ടുണ്ടാകണം. ഏതായാലും ഇന്നിപ്പോൾ ഞാൻ സീബ്ര കേക്ക് ഉണ്ടാക്കാനായിട്ട് 3 മുട്ടയും വാനില എസൻസും 3/4 കപ്പ് പഞ്ചസാരയും കൂടി. പഞ്ചസാര പൊടിച്ചിട്ടുണ്ടാകുന്നില്ല, പൊടിക്കാത്ത പഞ്ചസാര ഇട്ട്, അത് കുഴപ്പമില്ല. പൊടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്, പെട്ടെന്ന് ബീറ്റായി വരും. അപ്പം ഞാൻ റൈൻ്റെ അടുത്ത് പറയുന്നുണ്ട്, പഞ്ചസാര പൊടിച്ചിട്ടില്ല, അത് കുഴപ്പമില്ല, അത് ആക്കിക്കോ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറയുന്നുണ്ട്, മമ്മി അത് കുറച്ച് തരി പോലെ കിടക്കും. ഞാൻ പറഞ്ഞാൽ അത് നമ്മൾ ബേക്ക് ചെയ്യണ സമയത്തൊക്കെ അലിഞ്ഞ് പൊയ്ക്കോളും, സാരമില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ 3/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് ഓയിലും കൂടിയിട്ട് അടിച്ചിട്ട്. അപ്പോൾ ഇത് ഭയങ്കര കട്ട പോലെ ആയാലും നമുക്ക് സീബ്ര കേക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അതിങ്ങനെ ഒഴിക്കണ പരുവത്തിൽ വേണം, ഒഴുകി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്തിരി ലൂസായാലും കുഴപ്പമില്ല, എങ്കിലും നല്ല സോഫ്റ്റായിട്ട് കിട്ടും മുട്ട പതപ്പിച്ചെടുക്കണതുകൊണ്ട് തന്നെ. അപ്പോൾ ആദ്യം ഞാൻ ഈ മുട്ട പതപ്പിക്കാനൊക്കെ കൊടുത്തിട്ടും അവനേതായാലും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ 1 കപ്പ് മൈദ, അതായത് 1 കപ്പ് മൈദയും പിന്നെ നമ്മളൊരു 1/4 കപ്പോളം ഇത് കൊക്കോ പൗഡർ ചേർക്കുക. അപ്പോൾ 1/4 കപ്പ് ആകും മൊത്തത്തിൽ. അപ്പോൾ മൈദ 1 കപ്പ് എടുത്താൽ മതി. 1 നുള്ള് ഉപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 2 നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് ആ ഒരു പൊടി എല്ലാം കൂടി ഇടഞ്ഞ് വെച്ചിട്ട് അത് നല്ല മിക്സ് ചെയ്ത് വെക്കണം. ഈ ബേക്കിംഗ് പൗഡറൊക്കെ എല്ലാ സ്ഥലത്തേക്കും ആകാൻ വേണ്ടിയിട്ട് നമ്മൾ 2-3 തവണ എല്ലാം കൂടിയിട്ട് ഇങ്ങനെ മറിച്ച് തിരിച്ച് അരിച്ചെടുത്ത് കഴിഞ്ഞാലാണ് എല്ലായിടത്തും ഒരുപോലെ ബേക്കിംഗ് പൗഡറൊക്കെ ആയി കിട്ടുന്നത്. അപ്പോൾ മടിയായിരിക്കുള്ളൂ നമുക്കതുകൊണ്ട് ഞാൻ ഒറ്റ അരിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഈ ചൂട് സമയത്ത് ഇനി നിന്ന് അരിക്കാനൊന്നും എനിക്ക് തോന്നിയില്ല. ഒന്ന് ഇളക്കിയിട്ടിട്ട് ഇനിയിപ്പോൾ നമ്മുടെ മുട്ട ബീറ്റ് ചെയ്ത് അതിനകത്തേക്ക് കുറച്ച് ഇട്ട് 2-3 ഭാഗം ഇട്ടിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം പതുക്കെ. ഒരുപാട് നേരിട്ട് ബീറ്റ് ചെയ്യണ്ട. അങ്ങനെ ഒരുപാട് നേരിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പൊങ്ങൂല, പിന്നെ അതിൻ്റെ ബബിളൊക്കെ പൊട്ടി പോയി പിന്നെ അത് അധികം അങ്ങോട്ട് പൊങ്ങി വരില്ല, അത് സ്പോഞ്ച് ആവില്ല. അപ്പോൾ അങ്ങനെ റയൻ വന്ന് നിന്ന് അതൊക്കെ ചെയ്യണം. റയൻ ഇഷ്ടമാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യണത്. പിന്നെ നമ്മൾക്ക് ബീറ്ററൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര എളുപ്പത്തിൽ മുട്ട പതപ്പിച്ചെടുക്കാനൊക്കെ സാധിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ സ്പോഞ്ചായിട്ടുള്ള കേക്കൊക്കെ ഉണ്ടാക്കാം. നേരത്തെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇതുപോലത്തെ മിക്സർ ഒട്ടും തന്നെ ഹാൻഡ് ബ്ലെൻഡർ കൊള്ളൂലായിരുന്നു, അത് ഇത് ഉപയോഗിക്കുമ്പോഴാണ് അത് മനസ്സിലാക്കിയത് കേട്ടോ, ഇത് ഇത്ര എളുപ്പമായിരുന്നെന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾക്ക് കൊക്കോ പൗഡർ ഇട്ടിട്ട് അതിനകത്തേക്ക് കുറച്ച് ഈ എടുത്ത ബാറ്റർ ആഡ് ചെയ്ത് കൊടുക്കണം. അത് നമ്മളുടെ ഇഷ്ടത്തിന്. ഇപ്പോൾ കൂടുതൽ ചോക്ലേറ്റ് ടേസ്റ്റ് അത് ആണെങ്കിൽ ഇതിനകത്ത് കൂടുതൽ കൊക്കോ പൗഡർ ഇട്ടിട്ട് 1/4 ഭാഗത്തോളം ഇതിനകത്തേക്ക് ആക്കിയിട്ട് പിന്നെ നമ്മൾ ബാക്കി വെള്ള കളറിലുള്ളത് വെച്ചാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ നേർപ്പകുതിയാണ് ശരിക്കും എടുക്കേണ്ടത്, നേർപ്പകുതി. അപ്പോൾ ആ ഇത് ഓയിലെടുത്ത കപ്പ് അങ്ങനെ തന്നെ അതിനകത്തേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഓയിൽ അവിടെ ഒഴുകിക്കൂടി അത് വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് ഇത്രയേ ഉള്ളൂ. താഴത്ത് മാത്രമേ ഇട്ടുള്ളൂ, സൈഡിൽ ഇടാൻ എനിക്കിപ്പോൾ പേടിയാണ്. കാരണം ആ പേപ്പറിൻ്റെ ഇടയിലേക്ക് ബാറ്റർ കൂടെ ഒഴുകി കയറിപ്പോയാൽ പിന്നെ ഷേപ്പും പോയി ഇതിൻ്റെ ഉള്ളിലായി പോവും പേപ്പർ ഇരുന്ന് ബേക്കായി വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ സൈഡ് എനിക്ക് പപ്പ കട്ട് ചെയ്ത് തന്നു. പപ്പയുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഒന്ന് പേപ്പർ കട്ട് ചെയ്ത് തന്നെ. അപ്പോൾ സൈഡുകളെല്ലാം പപ്പ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വെച്ചില്ല, സൈഡ് കട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിൽ പറയാതെ തന്നെയാണ് പപ്പ കട്ട് ചെയ്തത്. അതുകൊണ്ട് ഞാൻ വെച്ചില്ല, ഇനി വെച്ച് കേക്ക് ചീത്തകണ്ടല്ല. അങ്ങനത്തെ ആ കൊക്കോ പൗഡറിൻ്റെ അകത്തേക്ക് ഇത്തിരി പാലാണ് ശരിക്കും ഒഴിക്കേണ്ടത്. ഇതിൻ്റെ കയ്യിൽ പാലില്ലാഞ്ഞുകൊണ്ട് ഞാൻ ഇതിൻ്റെ കഴുകിയ വെള്ളം തന്നെ ഒഴിച്ച്, ബാറ്റർ കഴുകിയ വെള്ളം തന്നെ അങ്ങനെ ഒഴിച്ച്. ഇത് കൊക്കോ പൗഡർ നമ്മൾ അരിച്ചെടുക്കുന്നതിന് കട്ടയില്ലാതിരിക്കാനായിട്ട് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഞാൻ അരിക്കാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി, അല്ലെങ്കിൽ അരിപ്പയെ കൂടി ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ കട്ടയൊന്നും ഇല്ല, അതങ്ങോട്ട് പൗഡറായിട്ട് തന്നെ വീഴും.
ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ മീതെ ഏറ്റവും ആദ്യം ഒഴിക്കാനുള്ളത് വൈറ്റ് തന്നെയാണ്. അപ്പോൾ വൈറ്റ് വെച്ചിട്ട് മാത്രം കേക്ക് മതിയെങ്കിൽ അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കാം. ഈ ഒരു ബാറ്ററിൽ കൊക്കോ പൗഡർ ചേർത്ത് ഇതുപോലെ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ സീബ്ര കേക്ക് ഉണ്ടാക്കാം. അതുമല്ലെന്നുണ്ടെങ്കിൽ ഇത്തിരി കൊക്കോ പൗഡർ മൊത്തത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ ഈ ഒരു ബാറ്റർ വെച്ചിട്ട് നമുക്ക് ഏത് കേക്കും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ സീബ്ര കേക്ക് റൈന് അത്ര ഇഷ്ടമായി. സീബ്ര കേക്ക് പണ്ടും ഇത് ഭയങ്കര ഇഷ്ടമുള്ള, അതൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇവൻ്റെ ഇഷ്ടം ഇത് കേക്കേ കഴിക്കില്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷേ അവൻ പറയും സീബ്ര കേക്ക് ഞാൻ കഴിക്കുമായിരുന്നു, മീൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെയാണ് നമ്മളിപ്പോൾ സീബ്ര കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയേക്കണത്. പണ്ടൊക്കെ ഞാൻ ഒരുപാട് ഉണ്ടാക്കി കൂട്ടിയ കേക്കാണ് സീബ്ര കേക്ക്. ഒരുപാട് ഉണ്ടാക്കിയിട്ട് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഒരുപാട് സീബ്ര കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പുറത്ത് കൊടുക്കാനല്ലടാ, നമ്മൾക്ക് കഴിക്കാൻ വേണ്ടി തന്നെ. കാരണം ഉണ്ടാക്കുമ്പോൾ ചീത്തയായി പോകും, വീണ്ടും ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കി പഠിച്ചതാണ് ഇതെല്ലാം. പിന്നെ അതിൻ്റെ മുകളിലൊന്ന് വരച്ചൊക്കെ കൊടുത്ത് പൂ പോലെ ആക്കിയതിന് ശേഷം അവിടെ ഞാൻ പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഇറക്കി വെച്ച് ഏകദേശം ഒരു 30-35 മിനിറ്റ് ആകുമ്പോഴത്തേക്കും വെന്ത് കിട്ടും. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഇത് വെച്ചിട്ട് ഞാൻ കുളിക്കാൻ പോയിട്ടാണ്. അപ്പം നമ്മൾക്കിവിടെ ഓരോ ആളുകളൊക്കെ നമ്മൾ ഇപ്പോൾ കല്യാണത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഓരോ ബുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾക്കൊക്കെ ആളുകളെ വിളിച്ചിട്ടിരുന്നപ്പോൾ ചിലർക്ക് വന്ന ദിവസമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തണം, അവരോടുകൂടി ഇരുന്നിട്ട് സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ദിവസമായിരുന്നെന്നും. അപ്പോൾ എല്ലാവരും കല്യാണം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. കല്യാണം എന്താണെന്ന് പറയാൻ പോലും ഞങ്ങൾക്ക് പറ്റാത്തൊരവസ്ഥയിലാണ്. ജൂണിൽ നമ്മൾ ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്, എങ്കിലും ചിലപ്പോൾ ഡേറ്റ് മാറാൻ സാധ്യതയുള്ളതുകൊണ്ട് പറയില്ല. കാരണം റിച്ചാർഡിന് വരാനുള്ള ഡേറ്റൊക്കെ ചിലപ്പോൾ മാറിപ്പോവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് നമ്മൾ ആരോടും ഡേറ്റൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മൾ ഡേറ്റൊക്കെ എല്ലാം ബുക്ക് ചെയ്ത് പള്ളിയും എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ സംഭവം എത്തൂലേ ആ സമയത്ത് എന്നുള്ളത് ഒരു സംശയത്തിൽ നിൽക്കണേ. അപ്പോൾ അതേ ഞാൻ വന്നിട്ട് കേക്ക് ബേക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ആയിട്ടില്ല, ഉള്ളു വെന്തിട്ടില്ല. അങ്ങനെ വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കേക്ക് ബേക്കായി വന്നു. ആ സമയത്താണ് നമ്മൾ ഊണ് കഴിക്കാനൊക്കെ എടുത്തത്. അപ്പോൾ ഞാൻ കേക്ക് ഡിമോൾഡ് ചെയ്ത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെയുള്ളൊരു റാക്കിൽ വെക്കണമെന്നുണ്ടെങ്കിൽ അടിയിൽ വെള്ളമൊക്കെ ഇട്ടില്ലാതെ, അത് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ കേക്ക് പെട്ടെന്ന് പൂത്ത് പോകും. അതാണ് പെട്ടെന്ന് കഴിച്ച് തീർക്കണമെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല. വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളത്തിൻ്റെ അടിവശത്ത് ഇങ്ങനെ വെള്ളം ആവിയുള്ളിരുന്നിട്ട് കേക്ക് പൂത്ത് പോകും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അത്ര പെർഫെക്റ്റായിട്ടൊന്നും അല്ല ഒഴിച്ചത്. പെർഫെക്റ്റായിട്ട് ഒഴിക്കണമെങ്കിൽ അരിഞ്ഞു കഴിഞ്ഞാൽ നല്ല ലെയറായിട്ട് തന്നെ ഇരിക്കും. ഇതത്ര പെർഫെക്റ്റ് ഒന്നും അല്ലാത്തത് കൊണ്ട് ലെയർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാഞ്ഞ് കയറിപ്പോയിട്ടുണ്ട്. അപ്പം നമ്മൾ തുല്യ അളവിൽ ഈ ബാറ്റർ ഒഴിച്ചൊഴിച്ച് 2 ആൾ വേണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കറക്റ്റായിട്ട് വേഗം ഒഴിക്കണം. ഒരാൾ ക്രീം കളർ ഒഴിക്കുമ്പോൾ മറ്റേ ആൾ ചോക്ലേറ്റ് കളർ ഒഴിക്കാനായിട്ട് റെഡിയായിട്ട് ഒരേ അളവിൻ്റെ ആ കപ്പ് കൊണ്ട് ഇങ്ങനെ അളന്ന് ഒഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സീബ്ര കേക്ക് കിട്ടും. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും എങ്ങനെയാണ് അത് ഉപകാരപ്പെടുന്നതെന്ന് നോക്കിയിട്ട് വേണം അതിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ അത് വേസ്റ്റാണ്. കൂടുതൽ പെർഫെക്ഷൻ നോക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇതൊക്കെ പെട്ടെന്ന് എടുത്ത് കഴിച്ച് തീർക്കുന്ന സാധനമാണ്. അതിൽ കൂടുതൽ പെർഫെക്ഷൻ നോക്കിയിട്ടല്ല, ടേസ്റ്റായിട്ട് എടുക്കുക, അത്രയേ ഉള്ളൂ. അതെന്ത് കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ടൈം ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങോട്ട് ഒഴിക്കും, അത്രയേ ഉള്ളൂ. പപ്പ അങ്ങനെയല്ല. പപ്പ ഏതൊരു കാര്യത്തിനും ടൈം ഇൻവെസ്റ്റ് ചെയ്തിരിക്കും. പക്ഷേ അത് എന്തിനു വേണ്ടിയിട്ടാണ്, അത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ആ ടൈം എന്നുള്ളത് ഒന്നും പപ്പ നോക്കാറില്ല. എന്ത് കാര്യവും പെർഫെക്ഷനാണ് പപ്പയുടെ മെയിൻ പരിപാടി. അപ്പോൾ നമ്മൾക്ക് ഒരു 100 കാര്യം ചെയ്യാൻ സാധിക്കുമെങ്കിൽ പപ്പ ചെയ്യുമ്പോൾ ഒരു 10 കാര്യമായി പോകും. അതാണൊരു വ്യത്യാസം. അതുകൊണ്ട് തന്നെ എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ പെർഫെക്ഷനിലേക്കൊന്നും പോകാറില്ല. അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ നമുക്ക് കുറേ അധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇതിനും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഒരുപാടൊന്നും പെർഫെക്ഷനൊന്നും വേണ്ടെന്നേ, നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. ഇപ്പോൾ ഏതായാലും കുളിച്ചൊക്കെ വന്നു കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ടാണ് കേക്കൊക്കെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചത്. ഇനിയിപ്പോൾ ഇത് വേണ്ടവർക്ക് വേഗം എടുത്തിന് എന്ത് സുഖമാണല്ലേ. നമ്മളിങ്ങനെ ചൂടത്ത് നിന്ന് ഓരോന്നൊക്കെ ചെയ്ത് വെക്കുമ്പോൾ കഴിക്കുന്ന ആളുകൾക്ക് വളരെ എളുപ്പമാണ്. പെട്ടെന്ന് എടുത്തങ്ങൾ കഴിക്കാം. നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ അങ്ങനെ കേക്കെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ
പപ്പക്ക് ചായ ഇട്ട് കൊടുത്ത് ഏകദേശം ഒരു 4 മണിയായപ്പോൾ നേരെ റൂബിനെയും കൊണ്ട് മുകളിലേക്ക് പോയി. കാരണം ഭയങ്കര കതപ്പായി, ആൾക്ക് ഭയങ്കര കതപ്പ്. അങ്ങനെ മുകളിൽ പോയി AC ഒക്കെ ഇട്ടിട്ടിരിക്കണ ഇരിപ്പാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ റൂബി സുഖമായിട്ട് കിടന്നു തുടങ്ങി. പിന്നെ അങ്ങനെ ഞാനും റയനും കൂടി മിസ്റ്റർ ബീനൊക്കെയാണ് ഇരുന്ന് കണ്ടത്. സിനിമ ഒരെണ്ണം വെച്ചിട്ട് അത് ഇഷ്ടപ്പെട്ടില്ല, അത് ഓഫ് ചെയ്ത് കളഞ്ഞ്. പിന്നെ അവിടെ നിന്ന് താഴേക്ക് വന്ന് ഒരു 6 മണിയോടുകൂടിയാണ് താഴെ വന്നത്. പിന്നെ ഞാൻ നടക്കാനൊക്കെ പോയി. അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്